ടു എജുപോർട്ട്. യെസ്, അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ക്ലാസ് 9 മക്കൾ എല്ലാവരും അല്ലേ എജുപോർട്ടിന്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് നല്ല റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും. ഇനി പേടിയുള്ള ആളുകളും കുറച്ച് ടെൻഷൻ ഒക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒന്നും കുഴപ്പമില്ല, ഒന്നും കാര്യമാക്കേണ്ടപ്പോ നമ്മള് ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഘർ പേഡ് ഓർ താരേ കി യാദ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പട്കഥ കേസേ ലിഖേ അല്ലെ. എല്ലാവർക്കും അറിയാം അല്ലെ എങ്ങനെയാണ് പട്കഥ എഴുതുക എന്ന് എല്ലാവർക്കും അറിയാലോ. എങ്ങനെയാണ് മക്കളെ പട്കഥ എഴുതുക? നോക്കാം അല്ലെ, നോക്കിക്കോളൂ. कहानी के किसी मार्मिक प्रसंग पर पटकथा का एक दृश्य लिखे. കഹാനിയുടെ നമ്മൾ പഠിച്ച കഹാനിയുടെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ അല്ലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ പട്കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഒരു പട്കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് പട്കഥ എഴുതേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കോളൂ. ദൃശ്യ ഏക്, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഏത് ദൃശ്യമാണ് എഴുതുന്നത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ പഹാടി രാസ്ത ഷാം കാ സമയ, അതായത് പ്ലേസ് ആൻഡ് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ഏത് സ്ഥലത്താണ്, ഏത് ടൈമിലാണ്, ഏത് സമയത്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി നോക്കാം. दूर से पुरानी जली हुई इमारतें दिख रही है. दूर से ഒരുപാട് ദൂരത്ത് നിന്നിട്ട് ജലി ഹുയി കത്തി അല്ലെ കുറച്ച് കത്തി നശിച്ചു പോയിട്ടുള്ള എല്ലാ ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. एक बड़ी लड़की फार्म हाउस की रसोई के दरवाजे बाहर बैठी സബ്ജിയാ छिल रही है. एक बड़ी लड़की, ഒരു വലിയ പെൺകുട്ടി ഫാം ഹൗസ് के रसोई के दरवाजे എന്ന് പറഞ്ഞാൽ എന്താ, ഫാം ഹൗസിന്റെ അടുക്കളയുടെ വാതിലിന്റെ പുറത്തിരുന്നിട്ട് പച്ചക്കറികള് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ലഗ്ഭഗ് 11 साल की लड़की और 13 साल का लड़का उस बड़ी लड़की से बात कर रहा है. അപ്പൊ എന്താ സംഭവിക്കുന്ന, വലിയ പെൺകുട്ടിയോട് 11 വയസ്സായിട്ടുള്ള പെൺകുട്ടിയും 13 വയസ്സായിട്ടുള്ള ആൺകുട്ടിയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നൊക്കെയുണ്ട്. അപ്പൊ എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നോക്കിക്കോളൂ. ലड़का संकोच के साथ, കുറച്ച് ഷൈ ആയിട്ടല്ലേ കുറച്ച് മടിയോട് കൂടിയൊക്കെ പറയാണ്. क्या हमें खाने के लिए कुछ दे सकती है, ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും തരാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബड़ी लड़की പറയാണ് हाँ आवो माँ रसोई में है वह जरूर तुम्हें कुछ देही. വാ നീ വാ, നമ്മൾ അടുക്കളയിൽ വാ, അമ്മ അടുക്കളയിലുണ്ട്, അമ്മ നിനക്ക് എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും എന്ന് പറയാണ്. അപ്പൊ ലടുക്ക ബഹുത് ശുക്രിയ ദീദി, വെരി താങ്ക് യു ചേച്ചി, ഭയങ്കര താങ്ക്സ് ചേച്ചി എന്ന് പറയുന്നത്. ലടുക്ക ബഹൻ की गर्दन को बाह में लिपटाते हुए धीमी आवाज में बोलता है क्या तुमने सुना, നീ കേട്ടോ, यह लड़की वही भाषा बोल रही है जो हमारे माता पिता बोलते हैं. നീ നോക്ക്, ഈ പെൺകുട്ടി നമ്മുടെ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് പോലെ അല്ലെ അതേ ഭാഷയിലാണ് സംസാരിക്കുന്നത്. अब हम सनोबर के पेड़ और तारे की तलाश शुरू कर सकते हैं. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ സനോബറിലെ പേടും അതായത് മരവും നക്ഷത്രങ്ങളൊക്കെ നമുക്ക് തെരഞ്ഞു പോകാനായിട്ട് സാധിക്കും. ചലോ ഹം രസോയി മേ ചലത്തെ ഹൈ, വാ നമുക്ക് രസോയിലേക്ക് അടുക്കളയിലേക്ക് പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു പട്കഥ എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ദൃശ്യം ഏതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇതാ ഇവിടെ ദൃശ്യ ഏക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഏത് പട്കഥ ഏതാണെങ്കിലും ദൃശ്യ ഏക് ദോ തീൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ദൃശ്യം ഏതാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പഹാടി രാസ്ത ഷാം കാ സമയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് ആൻഡ് ഡേറ്റ് ആണ് അല്ലെ, പ്ലേസ് ആൻഡ് ടൈം ആണ്, ഡേറ്റ് അല്ല ടൈം. ഓക്കെ, അപ്പൊ ഏത് ടൈമിലാണ് ഏത് പ്ലേസിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ബ്രാക്കറ്റിലായിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദൂരെ ദൂരെ പഴയ കത്തിക്കരിഞ്ഞ ബിൽഡിങ്സിന്റെ അവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, അവിടെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഇരിക്കുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ബ്രാക്കറ്റിൽ ആ ഒരു സന്ദർഭത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് തന്നെ ഇത് വായിക്കുന്ന
കാണുന്ന സമയത്ത് മനസ്സിലാവൂല്ലേ, അവിടെ ഫാം ഹൗസിന്റെ അടുക്കളയുടെ പുറകിൽ ഇരുന്നിട്ട് അല്ലെ വാതിലിന്റെ പുറകിൽ ഒരു കുട്ടി ഇരുന്ന് പച്ചക്കറി ക്ലീൻ ചെയ്യുന്നുണ്ട്. അവിടെ 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഏകദേശം 13 വയസ്സുള്ള ഒരു ആൺകുട്ടി ആ വലിയ പെൺകുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ദൃശ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആളുകളുടെ ഏജ് കൊടുക്കാം, അവരുടെ വസ്ത്രധാരണ രീതി എങ്ങനെയാണെന്ന് കൊടുക്കാം, അപ്പിയറൻസ് മൊത്തത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പട്കഥ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുപോലെയുള്ള പട്കഥയുടെ ഒരു ചെറിയ, അതായത് നമ്മുടെ പഠിക്കാനുണ്ടായിരുന്ന ആ കഹാനിയുടെ ആ ലോക കഥയുടെ ഒരു വേറൊരു ഭാഗം കൂടെ മിസ് പട്കഥയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. ദൃശ്യ ഏക്ക് ദൃശ്യം കൊടുത്തിട്ടുണ്ട്. പുരാന ഘർ കാ കമര ഷാം കാ സമയ, പഴയ വീടിന്റെ ഒരു റൂം ആണെന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ഷാം കാ സമയ, വൈകുന്നേരമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. എക് ബൂഢാ ആദ്മി ഓർ ഉൻകി പത്നി ബൈഠത്തെ ഹെ, ഒരു വയസ്സായ ആളും ആ അദ്ദേഹത്തിന്റെ പത്നി അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട്. ഏക് ലഡ്ക ഓർ ലഡ്കി ഉസ്കെ പാസ് ആത്തെ ഹെ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ലഡ്കി പറയാണ് ബാബ കുച്ച് ഖാനെ ദീജിയെ, ആ ബാബ കുറച്ച് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരൂ ബാബ അല്ലെ അച്ഛ അല്ലെ അങ്കിൾ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ബൂഢ പറയാണ്, വയസ്സായിട്ടുള്ള ആള് പറയാണ്, പാസ് ആവോ ഹമാരെ സാത്ത് ഹോ അല്ലെ സാത്ത് രഹോ, പാസ് ആവോ കുറച്ചുകൂടെ അടുത്തേക്ക് വാ, ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കില്ലേ, ഞങ്ങളുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലഡുക്ക ആൺകുട്ടി ചോദിക്കുകയാണ് ക്യോ, എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പൊ ബൂഢ ആ വയസ്സായ ആള് പറയാണ്, അഗർ ഹമാരെ ബച്ചെ ഹോത്തെ തോ വി ബി തുമാരി ജൈസെ ഹോത്തെ, ആ അഗർ ഞങ്ങൾക്ക് മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ മക്കള് നിങ്ങളെ പോലെ തന്നെ ആവുമായിരുന്നു. ബച്ചെ ഉനെ ഗലേ ലഗ്തേ ഹെ, ആ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ലഡ്ക ഹം ഹി ആപ്കെ ബച്ചെ, ഞങ്ങള് നിങ്ങളുടെ മക്കള് തന്നെയാണ്. അപ്പൊ ലഡ്കി പറയാണ് ഹാ ഹം ലോട്ടായി, ആ ഞങ്ങള് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ ബൂഢ പറയാണ് ഭഗവാൻ സബ് തുമ്ഹാരി കൃപ, ദൈവമേ എല്ലാം നിന്റെ കൃപ കൊണ്ട് നടന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. എങ്ങനെയാണ് നമ്മൾ ദൃശ്യം കൊടുത്തിട്ടുണ്ടായിരിക്കണം, പ്ലേസ് ആൻഡ് ടൈം, എല്ലാ ഒരു ദൃശ്യം നടക്കുന്ന പ്ലേസ് എവിടെയാണ്, സ്ഥലം എവിടെയാണ്, ഏത് സമയത്താണ് നടക്കുന്നത് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ തുടക്കത്തിലെ ബ്രാക്കറ്റില് ആ സമയത്തില് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിൽ നിങ്ങൾക്ക് ആ ക്യാരക്ടേഴ്സിന്റെ പേര്, ഏജ്, അതുപോലെ അവരുടെ അപ്പിയറൻസ്, അവരുടെ വസ്ത്രധാരണ രീതിയെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോൺവെർസേഷൻ എഴുതുന്ന സമയത്ത് അല്ലെ, കോൺവെർസേഷൻ നമ്മൾ ഈ ഒരു ദൃശ്യത്തിനുള്ളിൽ സ്ക്രിപ്റ്റില് പട്കഥയിൽ കോൺവെർസേഷൻ എഴുതുന്ന സമയത്ത് സാധാരണ കോൺവെർസേഷൻ എഴുതുന്നത് പോലെയല്ല. അപ്പൊ നമ്മൾ ആ സംസാരിക്കുന്ന ആ ഒരു സമയത്ത് ഏത് ഫീലിംഗ് ആണുള്ളത്, ഇപ്പൊ ദേഷ്യത്തോടെയാണോ, സന്തോഷത്തോടു കൂടിയാണോ, കരഞ്ഞുകൊണ്ടാണോ, അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ, ബച്ചേ ഉനെ ഗലേ ലഗ്തേ ഹെ, അവർ കെട്ടിപ്പിടിക്കുന്നു. അതുപോലെ ദേഷ്യത്തോടു കൂടി, സങ്കോചത്തോടു കൂടി അല്ലെ, സന്തോഷത്തോടു കൂടി, സങ്കടത്തോടു കൂടി, അങ്ങനെയുള്ള ഫീലിങ്സിന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പട്കഥ എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള ഫുൾ മാർക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ പട്കഥ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ കോൺവെർസേഷൻ എഴുതുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉള്ള ഒരു ഫോം ആണ് അല്ലെ പട്കഥ. ഈസിയാ, ആ ഒരു ഫോർമാറ്റ് ഒക്കെ ഒന്ന് റെഡി ആക്കി സെറ്റ് ആക്കിയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും നല്ല മിടുക്കരായി തന്നെ ആൻസർ ചെയ്താനായിട്ട് നോക്കുക. അപ്പൊ ക്രിസ്മസ് എക്സാമിന് പട്കഥ എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മിസ്സിന്റെ ക്ലാസ് 9 മക്കൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്, അടിപൊളിയായിട്ട് ചെയ്താ. അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളി ദിവസം ആവട്ടെ. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.